ഹായ്, നമസ്കാരം. എൻ്റെ പേര് ശ്രീജിത്ത്. ഇത് എൻ്റെ വൈഫ് സുകന്യ. ഞങ്ങൾക്ക് 5 വയസ്സായിട്ടുള്ളൊരു മകനുണ്ട്. കൂടെ ഒരാളടുത്തത് എക്സ്പെക്റ്റിംഗ് ആണ്. ഹോപ്പ്ഫുള്ളി ഒരു മാസത്തിൽ ഞങ്ങൾ മറ്റൊരാളെയും കൂടി കാത്തിരിക്കുകയാണ്. നമ്മുടെ ലൈഫ് സ്റ്റോറി എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ 2024 നാട്ടിലെത്തുന്നത്. അതുവരെ നമ്മൾ ഓസ്ട്രേലിയയിലായിരുന്നു. ഒരു 3 വയസ്സായപ്പോഴാണ് നമ്മൾ അവനിൽ കുറച്ച് സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു. അതുപോലെ ഡിഫിക്കൽട്ടി ഇൻ മൾട്ടി ലിംഗ്വൽ ലേണിംഗ്, അതായത് വീട്ടിൽ മലയാളം സംസാരിക്കും, പുറത്ത് ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവന് രണ്ടും പിക്കപ്പ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടെന്ന് ചെയ്തു തുടങ്ങിയത്. എന്നിട്ട് നമ്മൾ അവിടെ തെറാപ്പി കൊടുത്തെങ്കിലും അത് അത്രയുടെ എഫക്റ്റീവായി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു സിംഗിൾ ലാംഗ്വേജ് എൻവയോൺമെൻറ്റിലേക്ക് അവനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2024 നാട്ടിലേക്ക് വരികയായിരുന്നു. ശരിക്കും നമ്മൾ നോക്കിയാൽ ആ സമയത്തുള്ള ഒരു ഡിസിഷൻ എന്ന് ഭയങ്കര ഒരു പാരന്റൽ ഇൻസ്റ്റിങ്സ് മാത്രമാണ്. കാരണം ഇത് ശരിയാവോ ഇല്ലയോ എന്നുള്ള വലിയ ധാരണകളൊന്നും ഉണ്ടായിട്ടല്ല, നമുക്കുള്ളിൽ നിന്ന് തോന്നുകയാണ് ദിസ് ഈസ് വാട്ട്സ് ഗുഡ് ഫോർ ദ കിഡ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് വരികയും ഇവിടെ വന്നിട്ട് എഫാത്തയിൽ സ്പീച്ച് ഒക്യുപേഷണൽ ബിഹേവിയറൽ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സർവീസസ് എല്ലാം കൺസിസ്റ്റൻ്റ്ലി ഓൾമോസ്റ്റ് 5 days a week എന്നുള്ള രീതിയിൽ തെറാപ്പി കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അല്ലെ, 12 മാസം കഴിഞ്ഞു. വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് അവരിലുണ്ടായിട്ടുള്ളത്. അവന് ലോക്കൽ തെറാപ്പിസ്റ്റ് സ്പീക്സ് ദ സെയിം ലാംഗ്വേജ്, ഒരേ ഭാഷ തന്നെ സംസാരിക്കുന്നതുകൊണ്ട് അവന് വലിയൊരു കോൺഫിഡൻസ് ബിറ്റ് ബൈ ബിറ്റ് കുഞ്ഞായിട്ട് അതുകൊണ്ട് കയറി വരുന്നതായിട്ട് നമുക്ക് തന്നെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ കൂടാതെ സ്കൂളിങ്, പിന്നെ നാട്ടിലത്തെ എൻവയോൺമെൻറ്റ് എല്ലാം വലിയൊരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സാണ്. ഇപ്പോൾ എഫാത്തയിൽ എടുത്തു പറയുകയാണെങ്കിൽ ഇവരുടെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജെന്യുവിനായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. അത് ഏത് തെറാപ്പിസ്റ്റ് ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതേമാതിരി 3 months കൂടി അല്ലെങ്കിൽ 6 months ആയി കൂടിയിട്ട് റിവ്യൂ, നമ്മളെ പാരൻസിനെ വിളിച്ചിട്ട് റിവ്യൂ തരുന്നു. ഡെയിലി സെക്ഷൻസ് കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ എന്താണ് അന്നത്തെ പ്രോഗ്രസ് എന്നുള്ളതെല്ലാം പറഞ്ഞു തരുന്നു. അതൊക്കെ എക്സെപ്ഷണൽ ആണ്. കൂടെ നമുക്ക് ഹോംവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നത് ഒരുപാട് മാറ്റങ്ങൾ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി വലിയ രീതിയിൽ കൺട്രോൾഡായി. സ്പീച്ച് ക്ലാരിറ്റിയിലാണ് ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് കമ്പൈൻഡ് ക്യുമുലേറ്റീവ് എഫേർട്ടാണ് ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ. ഈ അലൈഡ് ഹെൽത്ത് തെറാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ, സമയമെടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഇതെല്ലാം കൂടി ചേർന്ന് വരിക എന്നുള്ളതും ഒരു ബ്ലെസ്സിങ് ആണ്. ആൻഡ് വി ആർ സോ ഹാപ്പി ദാറ്റ് എഫാത്ത ഹാസ് ബീൻ വൺ ഓഫ് ദി ബിഗസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ പാർട്ട് ഓഫ് അവർ കിഡ്സ് ലൈഫ്. താങ്ക് യു.